Hey guys, welcome back to my new vlog. ഇന്ന് രാവിലെ ഇറച്ചി വെച്ചിട്ട് ഇറച്ചി കറി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കറിയിൽ തന്നെ നല്ല ഇത് ബർഗറിൻ്റെ വേണം, പപ്പടത്തിൻ്റെയും പിന്നെ ഇറച്ചിൻ്റെയും പിന്നെ വേറെ പപ്പടം വറക്കണ്ടമ്മ, പപ്പടം വറക്കണ്ടല്ലോ സെറ്റ് ആവുന്നുണ്ട്. ഇറച്ചി കറി ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ മീൻ കറി കഴിഞ്ഞോ? ഇന്നത്തെ മീൻ കറി ഇന്ന് രാവിലെ ദോശ കടി വെച്ചിട്ട് 2-3 ദോശ എടുത്ത് കഴിച്ചിട്ട് നമ്മളിപ്പോൾ നേരെ ഇറങ്ങിയേക്കാണ്. അയ്യോ ഇല്ലേ അത് കറി രസം ഉണ്ടച്ചാ. അയ്യോ നല്ല ഉണ്ടോ നമ്മളിവിടെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് കുറച്ച് കുരുമുളക് കൂടി ചോറൊക്കെ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കസേരയിലിരുന്ന് കാരണം ഞാൻ കുറച്ച് ഹൈറ്റ് ഉണ്ട്, ഇവന് സെയിം ഹൈറ്റ്, എൻ്റെ ഒരു ഇത്തിരി കൂടുതലാന്നുള്ളൂ, സെയിം ഹൈറ്റ് ഉണ്ട്. ഇത് ഇവന് കുറച്ച് സെയിം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മൂക്കിലൊറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കസേരയിലിരുന്ന, ഇവന് എത്താത്തതുകൊണ്ട് ഞാൻ കസേരയിലിരുന്ന് കൊടുത്താൽ. ഇനിയിപ്പോൾ മൂക്കിലൊറ്റി കഴിഞ്ഞിട്ട് നേരെ വാർപ്പിന് മേലെ കുറച്ച് വാർപ്പിനിലിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാ പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞ് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഒരു സ്റ്റൈല് വേറെ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് മൂക്കിലൊറ്റിച്ചോ ഇങ്ങോട്ടാ വെള്ളം ഒറ്റിക്കണം, തൊള്ളയൊക്കെ ഒറ്റിക്കല്ലോ. നീ ചിരി പോയല്ലേ, ഞാൻ ഒറ്റിച്ചോളാം. എനിക്ക് ചിരി വരുന്നുണ്ട്, എനിക്ക് വീതില്ല കേട്ടോ. ക്ലിയർ മൂക്കിലായോ? കിക്കിലാവുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഇന്നലെ കിക്കിലാവും, എനിക്ക് കിക്കിലാവും. ക്ലിയർ അല്ലേ? ഇല്ല, പൂച്ചയ്ക്കൊരു പ്രൈവസി കൊടുക്കുമ്പോ കയറിയല്ലേ കയറിയോ. ഇതാണ് നമ്മൾ വാർപ്പിന് മേലെ കയറാൻ യൂസ് ചെയ്യണ ഏണി കേട്ടോ. വാർപ്പിന് മേലെ കയറാൻ വേണ്ടിയിട്ട് ഏണി ഇവിടെ വെച്ചത്. ആരും ഏണിയാണെന്ന് അറിയില്ല, മേലെ ജെയിംസ് കയറി തന്നെ. ഇത് ആരുതാ മേലെ കയറിയിട്ടുണ്ടെയോ? ഇവിടെ കുറച്ച് വെയിലാണ്, തണലുള്ള ഭാഗത്തിരിക്കട്ടെ. ഹായ്, എന്താ കാട്ടിട്ടെ ഇതൊരടി. ഇതിന് മേലെ കിടക്കുമ്പോൾ കുറച്ച് നല്ല ശാന്തതയായിട്ടാണ് കേട്ടോ. ആരും ഒച്ചപ്പാടില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ കിളീന സൗണ്ടും കേട്ടിട്ട് കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ കിടക്കാം. ഇവിടെ ഒരു പായ വിരിച്ച് നാളെ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു പായ വിരിച്ചിട്ട് ഇവിടെ കുറേ നേരം ഇവിടെ നിൽക്കണം. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ബേക്കറി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കണം. നല്ല രസമുണ്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കാൻ. ഇതിന് മേലെ മറ്റേ എന്താ പറയുക, കുറച്ച് വിറകൊക്കെ ഉണ്ട് അവിടെ ഷീറ്റ് ഇതാക്കിയില്ലേ, ആ ഷീറ്റ് മറിഞ്ഞ് ചെയ്യാതെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വിറക് വെച്ചതാ. ഈ വിറകൊക്കെ വാർപ്പില്ല, അത് ഷീറ്റ് വെക്കാൻ വേണ്ടി വെച്ചതാ, ടാർപ്പൈ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊക്കെ ഉണങ്ങിപ്പോയി. വിറകൊക്കെ ഇനി എടുത്ത് താഴ്ക്കിടണം. അത് വേണ്ട, ഇത് ഇവിടെ തന്നെ കടന്നോട്ടെ. ടെൻ്റ് അടിക്കാൻ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ടെൻ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വന്നാലോ. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ മേലെ ഇടയ്ക്കിടയ്ക്ക് കയറും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കയറാൻ തന്നെ ടാങ്ക് പുറത്തായിരിക്കാനായിരിക്കും കയറുക, അല്ലെങ്കിൽ വെറുതെ തന്നെ കയറിക്കും. ഇതൊക്കെ പണ്ട് ഇതിൽ വരച്ചതാണ്. ഇതിൽ കൂടെ ഞങ്ങൾ കയറുക. അവിടെ നിന്ന് ഇങ്ങനെ ആ തിണ്ടിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഈ ബാത്റൂമത്തെ ഇവിടെ പലക വെച്ചില്ലേ, ആ പലകയിൽ കൂടെ ചവിട്ടി ഇങ്ങനെ കയറിയിട്ട് ഇവിടുന്ന് വലിഞ്ഞ് കയറും. എന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ടാങ്ക് ഇതാക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ റെഡിയാക്കുക. അതൊക്കെ റെഡിയാക്കിയിട്ട് ഇത് മോട്ടർ അതിൻ്റെ ഉള്ളിൽ ക്ലീനാക്കും. അങ്ങനെ ചെയ്യും. ഇന്നലെ ഞാൻ കയറിയത് ഇതുണ്ടോ, ഇത് പുറത്തേക്ക് ചാടിക്കിടക്കണം. ഇത് അത്ര വലുതൊന്നുമല്ല. ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കിടക്കുമ്പോൾ ഇങ്ങനെ ഉള്ളോട്ട് തിരികുകയാണെങ്കിൽ വെള്ളം കയറും, പിന്നെ നോക്കാൻ പറ്റൂല. ഈ ഏണി അപ്പുറത്തെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ ഏത് വീടാണെന്ന് എനിക്കറിയില്ല. കുറേ വീട്ടിൽ ഏണിയില്ലാത്ത വീടുണ്ട്. ഏത് വീട്ടിൽ അറിയില്ല. ഏണി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. വീടിനെ മറ്റേ ടാങ്ക് എന്തൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് ഇവിടെ ഇതായിക്കണം. ഇവിടെ എന്തോ വേറെ കണക്ഷൻ കൊടുത്തിട്ട് ഇത് നീട്ടണം. എന്നാലും അവിടെ രാത്രിയൊക്കെ വെള്ളം അടിക്കുമ്പോൾ ഇതിൽ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയില്ലെങ്കിൽ ആ ടാസ്ക് വരും. രാത്രി ഏണി കൊണ്ട് ഇതിൻ്റെ വാർപ്പിന് മേലെ കയറേണ്ടി വരും. അതുകൊണ്ട് ഏണി വെള്ളം കൊണ്ട് കയറാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും പൈപ്പിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കണം നല്ലതാണ്. പിന്നെ രാത്രി കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ നിന്നിട്ട് കുറച്ച് വെയിൽ ഇങ്ങോട്ട് തട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മണി ആയിട്ടുണ്ടാവും. ഞാൻ അവിടെ കുറേ നേരം ഇതായി ഇവിടെ കടന്ന്. എന്നിട്ട് ഇതിൻ്റെ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചറിഞ്ഞ് വാർപ്പിനല്ലേ കയറാനാ?
കയറി ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ല നീയും പോയി ടി വി ഉണ്ടോ? വെയിലത്ത് കിടക്കണ്ട. നീ അകത്ത് പോയി ടി വി കാണുന്നുണ്ടോ? അകത്ത് പോയി ടി വി കാണുന്നുണ്ടോ? അല്ല നീ കാണുന്നുണ്ടോന്ന്? എന്നാ ശരി, നിങ്ങൾ പോയി കളിച്ചോ. അന്ന് കളിച്ചു തരാം രണ്ടാളും പോയിട്ട്. കുറച്ചൊരു എവിടെ നിന്ന് വെയിലല്ലായിരുന്നു. ഞാൻ നേരത്തെ കടന്നപ്പോൾ ഈ ഭാഗത്തൊന്നും വെയിലില്ലായിരുന്നു. ഈ ഭാഗത്തൊന്നും വെയിലല്ലേ. ഇനിയിപ്പോൾ വെയിൽ അവിടെ താഴെയാണെങ്കിൽ ഇതുണ്ടോ വെയിൽ അവിടെ വരെ എത്തിയിട്ട് ഇതിങ്ങനെ താഴെയാണെങ്കിൽ ആ മരത്തിൻ്റെ നേരെ ഇങ്ങോട്ട് വെക്കും. ഇങ്ങോട്ടായിട്ട് ഇവിടെ കുറച്ച് വെയിൽ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ കിടക്കാനിരിക്കാനൊക്കെ പറ്റും. ഇതാണ്ടോ അവിടെയൊക്കെ കിടക്കാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ കിടക്കണം. ഫുള്ള് ആകാശം തന്നെ കാണുന്നത് ഇവിടെ കിടക്കുമ്പോൾ. വാർപ്പ് മേലായും കൊണ്ട് മഴയുള്ള ടൈമിൽ കയറാൻ പറ്റില്ല. വലിയ ഇടി വെട്ടിയാൽ വാർപ്പ് മേലെ എനിക്ക് പേടിയാണ്. മഴയുള്ള ടൈമിലൊന്നും ഞാൻ കയറൂല. ഇതിൻ്റെ മണ്ടയ്ക്ക് നന്ദി നേരത്തെ വാർപ്പ് മേലെ കയറിയിട്ട് നേരെ ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ വരുമെന്ന് അറിയില്ല. വേറെ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഴയില്ലാത്ത ഇതേപോലത്തെ കാലാവസ്ഥയാണെങ്കിൽ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ മേലെ എപ്പോഴും കുറേ നേരം ഉണ്ടാവും. ഇങ്ങനത്തെ ഓവർ വെയിലല്ല, കുറച്ച് തണൽ വേണം. വെയിലിങ്ങനെ തായുമ്പോൾ തണൽ എന്തായാലും ഇതാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ തണലെത്തി സൂര്യൻ മേലെ തായുന്നുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തായ്ക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ നേലിങ്ങനെ വെക്കും. പിന്നെ ഇവിടെ രണ്ടാൾ മുട്ട കയറിയുണ്ട്, നന്ദി പറയുന്നുണ്ട്. അതായത് ഒരു പായ എടുക്കുകയാണെങ്കിൽ ഇവിടെ കിടക്കായിരുന്നു. അവിടെ ഈ തണൽ പറയാനില്ല. ഈ ഭാഗത്ത് ഇനി തണലേ ഉള്ളൂ. ഈ മരത്തിൻ്റെ ഈ തണൽ ഈ ഭാഗത്തേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ ഇന്ന് മലയിൽ പോവല്ലേ? എൻ്റെ വീട്ടിൽ പോവല്ലേ? നീയും പോവല്ലേ? അവിടെ കടന്നുറങ്ങാണ് ഗെയ്സ്. ഇന്നലെ ഞാൻ അത് കടന്നുറങ്ങിട്ടോ, റൂമിൽ കടന്നുറങ്ങി. അപ്പം ഇവൻ്റെ കാലൊക്കെ ഇവൻ്റെ കാലൊക്കെ എൻ്റെ മേത്ത് കാലും കൈയൊക്കെ. ഞാനില്ല 10 മണിയായപ്പോൾ നല്ല ഉറക്കം വന്നു. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യേണ്ട എഴുതേണ്ട കഴിച്ചിട്ട് ഞാൻ 12 മണി വരെ നിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 1 മണിയായപ്പോൾ അങ്ങനെ വല്ലതും കഴിഞ്ഞിട്ട് ഞാൻ കടന്നിട്ടോ. പിന്നെ ഇവൻ്റെ കയ്യും കാലൊക്കെ ഞാൻ കുറേ തായ്ക്ക് വലിച്ചിട്ട് നോക്കി. അവൻ്റെ കയ്യും കാലം പിന്നെ എൻ്റെ മേക്കട്ട വീട് കയറി വരുന്നു. ഞാൻ ഇവനെ നടുവ് കടത്തുണ്ടോ ഇനി കടക്കാണെങ്കിൽ തന്നെ ഇതാ ഇവനെ നടുവ് കടത്തൂല. അമ്പ പെട്ടക്കണേ എൻ്റെ ഉറക്കം പോയി. ഇപ്പം ഞാൻ തല താഴേക്ക് ഇട്ട് കടന്നു. ഇന്ന് രാവിലെ നീ വിളിച്ചിരുന്നോ എന്നെ? അപ്പം ഞാൻ കണ്ടോ നോക്കുമ്പോൾ ഇത് സ്ഥലവും തല തായ്ക്കിട്ട് അതിൻ്റെ ഓർമ്മല്ല. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുന്നു, ഇതേത് സ്ഥലവും? ഞാൻ എന്തോ എവിടെ കണ്ടു പരിചയമുള്ള സ്ഥലം പോലെ. തല തായ്ക്കിട്ട് ഇടുന്നോണ്ട് ഒന്നും മനസ്സിലായില്ല. പോവാ എന്താ നിന്റെ മേത്ത് മാറ്റിയില്ലല്ലോ ഇനിയെ? എൻ്റെ മേലെ കടന്ന് ഉറങ്ങാനൊക്കെ തോന്നണേ. അമ്മയും കാറിനൊക്കെ തൊട്ട് മേലെ. എടാ ഇടി കിട്ടുമോ? പെട്ടെന്ന് ഇങ്ങോട്ട് മഴയാണല്ലേ. കണ്ണു പറഞ്ഞ കണ്ണൊക്കെ മഴയാണ്. കുറച്ച് കടന്നു പോട്ടെ. ചിലപ്പോൾ ഉറക്കം വരുമെങ്കിൽ കടന്നുറങ്ങും കേട്ടോ. ഒമ്മ വിളിക്കണേ പോവാണെങ്കിൽ. കുറച്ച് കടന്നുറങ്ങട്ടെ, നല്ല സുഖം ഇങ്ങനെ കിടക്കാൻ തന്നെ. ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അതൊക്കെ ഈ ആകാശത്തിൽ കൂടെ ഇങ്ങനെ പറക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇങ്ങനെ പറന്നോണം ആകാശത്തിൻ്റെ മേലക്കോടെയൊക്കെ ഇങ്ങനെ പറന്ന് വള കഴിവിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ എത്ര ചെറുതായിരിക്കൂലേ? നമ്മളെ ഭൂമിയിൽ കുറച്ച് ചെറിയ ആൾക്കാരായിരിക്കില്ല നമ്മളൊക്കെ. എത്ര ചെറുതായി ഭൂമി എന്തൊരു വലുതോക്ക്. ഇനി ആകാശം നോക്കി കടക്കാൻ തന്നെ എന്തൊരു മൊഞ്ചോക്ക് ആകാശം കാണാൻ. നോക്ക്, ഇതൊരു ചെങ്ങായി വായ ഓർന്ന് നിൽക്കണ പോലെ ഉണ്ട്. ഒരു എന്തോ പട്ടിയാണോ പൂച്ച സിംഹോ ഡൈനോസോറോ അലക്കിയ എന്താ ഇതാ അവിടെ പല്ലിതാ. എടാ ഇവിടെ ഒരു പല്ല്, താഴെ ഒരു പല്ല്. പിന്നെ ഇങ്ങനെ റായി ഇതൊക്കെ മുയലിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെ കാണുന്നത്. അതല്ലേ മേലോട്ട് പൂച്ച. അതാണ് ഞാൻ പറഞ്ഞ കുറുനരി. കണ്ണൊക്കെ അതേപോലെ പൂച്ച, വെള്ളപ്പൂച്ച. ഇത് വെള്ളപ്പൂച്ച. അത് ക്ലിയർ, അത് പല്ലൊക്കെ കാണുന്നുണ്ടോ? ചിത്രം പോലെ കണ്ടേ. അത് ഞാൻ നേരെ വീഡിയോ എടുത്ത് എന്നിട്ട് ഫോൺ എൻ്റെ നെഞ്ചത്ത് വെച്ച് കുറച്ചേരം കടന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഫോൺ കുത്തിയിടാൻ വേണ്ടി തായ്ക്ക് വന്നപ്പോൾ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. നാരങ്ങ എന്നാൻ വേണ്ടി നാരങ്ങ എടുത്തിട്ട് ഞാൻ ഉപ്പുമുളക് എടുത്തിട്ട് ആ എണീക്കോടെ വാർപ്പിന് മേലെ കയറിയപ്പോൾ രണ്ടാൾ കടന്നുറങ്ങിയിട്ട് ഞാൻ പിന്നെ മെല്ലെ തിന്നായിട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തിങ്ങനെ നോക്കി ഞാൻ ഇറങ്ങണ കണ്ട്. എന്നിട്ട് നാരങ്ങ തിന്നണ കണ്ടിരിക്കണേ. എന്നിട്ട് ഉറങ്ങിയായിരുന്നു, അത്ര നേരം ഉറങ്ങിയായിരുന്നു. കണ്ണ ചോദിച്ചോട്ട് ഇങ്ങനെ നോക്കിക്കുക. എന്നിട്ട് അവനെ തന്നെ നോക്കി നിന്നിട്ട് ഞാൻ മെല്ലെ എണീക്കോടെ മെല്ലെ ഇറങ്ങി.
മെല്ലെ ഇറങ്ങിയിട്ട് ഞാൻ നാരങ്ങ അവിടെ കൊണ്ടുപോയിച്ച് അപ്പം ബേക്കാലാവാൻ വരുന്നത്. മറ്റേ അവിടത്തേക്ക് കടന്നുറങ്ങാം, മഴ ചാർന്നുണ്ട്. എന്നിട്ട് അവൻ അവിടത്തേക്ക് കടന്നുറങ്ങാം. ഞങ്ങൾ എന്നിട്ട് ഞാൻ കിങ്ങിനിയും മറ്റവനും ബാർപ്പിങ്ങിൽ കയറിയവനും അവിടെ പോയി നോക്കി. ബേക്കസ് കിങ്ങിനെ ഏണീൻ്റെ അവിടെ കയറി. ഞങ്ങൾ രണ്ടാൾ ആ തെണ്ടിൻ്റെ അവിടെ കയറിയിട്ട് നോക്കി നോക്കിട്ടോ അവൻ നല്ല കടന്നുറങ്ങും. എണീക്കണില്ല, വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ട് എണീക്കണില്ല. ഞാൻ കല്ലൊക്കെ എടുത്ത് കയറി നോക്കി, എന്നിട്ട് അവൻ എണീക്കണില്ല. എന്നിട്ട് കിങ്ങിനെ അതിൻ്റെ മേലെ കയറി, ആ എണീക്കൂടെ അതിൻ്റെ മേലെ കയറിയിട്ട് അവന് കൈ പിടിച്ച് പൊക്കിയപ്പോൾ ഉണ്ട് അവൻ ഉറക്ക ഫസ്റ്റ് കൈ പിടിച്ച് നോക്കിയപ്പോൾ ഞങ്ങളങ്ങനെ എങ്ങനെ നോക്കി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ബോധം കിട്ടി, ബേക്കോട്ട് മറിഞ്ഞ് ഉറക്ക ക്ഷീണല്ലേ. അവൻ ഉറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കൈ പിടിച്ച് പൊക്കി, അവൻ ബേക്കോട്ട് മറിഞ്ഞ്. പിന്നെ കുറച്ച് കഴിയപ്പണ്ട് എണീക്കണ്. ഇപ്പം അമ്മ എനിക്ക് കുറച്ച് ചായ കൊണ്ട് തന്നിട്ടുണ്ട്, പാൽ ചായ. അത് കുടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് പാൽ ചായ ഇനിയും കുടിക്കാൻ തോന്നുന്നുണ്ട്. അടുക്കളയിൽ ഇനിയും പോയി നോക്കട്ടെ പാൽ ചായ കിട്ടുമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞിട്ടുണ്ടോയെന്നും തോന്നുന്നു. എന്തായാലും അറിയില്ല, പോയി നോക്കിയാലും എന്തായാലും ഉറപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. കുറച്ച് പാൽ ചായ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ആയിരുന്നത്. ലാസ്റ്റത്തെ പാൽ ചായ ഞാൻ മൊത്തം കമത്തിയിട്ടുണ്ട്. ആകെ ഇത്രേ ഉള്ളൂ, ആ ചെമ്പിൽ ഇത്ര ഉണ്ടായുള്ളൂ. അത് ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്സിലാക്കിയിട്ട്. ഞാനല്ലേ വിചാരിച്ചുകൊണ്ടില്ല. ഇന്നലെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നെറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടില്ലേ. ഇന്നലെ എത്ര പെട്ടെന്ന് നെറ്റ് എന്തായാലും അപ്ലോഡ് ആയി തൊട്ടപ്പുറം തന്നെ 90%. ഇപ്പം ഞാൻ എന്താ ചെയ്യുക, ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഫോൺ പോലും അധികം ഉപയോഗിച്ചിട്ടില്ല. ഗെയിം ഒറ്റ റൗണ്ട് ഗെയിം കളിച്ച് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ മൊബൈൽ നെറ്റ് വേണ്ട. ഇപ്പോൾ മൊബൈൽ എടുക്കണമെങ്കിൽ തന്നെ നെറ്റ് വേണമില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യാൻ, അവിടെ ആരെങ്കിലും ഹോട്ട്സ്പോട്ട് കിട്ടുമെന്ന് പോട്ടെ. ഹോട്ട്സ്പോട്ട് കിട്ടുമെങ്കിൽ കുറച്ച് നേരം മൊബൈലിൽ നോക്കിക്കുക, ഇൻസ്റ്റഗ്രാമിലും കളിച്ചിക്കോ കുറച്ച് നേരം ടൈം പോകാൻ വേണ്ടിയിട്ട്. അല്ല ഞാൻ മൊബൈലിൽ നെറ്റുള്ളപ്പോൾ തന്നെ ഞാൻ റീൽസൊന്നും അധികം കാണാറില്ല. കണ്ടിട്ടും കാര്യമൊന്നും വിചാരിച്ചിട്ട് ഞാൻ റീൽസൊന്നും കാണാറില്ല. പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ മാത്രം കാണാറുള്ളൂ. ഇപ്പോൾ പുതിയ ടെക്നോളജി, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സാധനം, നമുക്ക് ആവശ്യം വരുന്ന സാധനം, അതിനെപ്പറ്റി ഒരു ചർച്ച വീഡിയോ ആണ് ഞാൻ യൂട്യൂബിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.